കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ ദൈവം നമുക്കൊരുക്കിയ നല്ല സന്ദർഭത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ എപ്പോഴും അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ ഉയർച്ച വരുവാൻ. ഒരിക്കലും താന്ന അവസ്ഥയിലേക്ക് പോകുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ഉയർച്ച വരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്താൽ സംഭവിക്കുന്നു എന്ന് വരികിൽ നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമായി തീരുവാൻ തക്കോണം ഇടയായിത്തീരും. നമ്മൾ നമ്മുടേതായിട്ടുള്ള എഫർട്ടുകളിൽ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കഴിവുകളിൽ ഉയരുവാനാണ് പലപ്പോഴും മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാധിക്കില്ല എന്നുള്ളതല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ സാധിക്കും. പക്ഷേ ദൈവത്താൽ ലഭിക്കുന്നതായ ഉയർച്ചയും ദൈവത്താൽ ലഭിക്കുന്ന മാന്യതയും അത് എന്നേക്കും നിൽക്കുവാൻ തക്കോണം ഇടയായിത്തീരും. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. അപ്പോൾ ദൈവം നമ്മെ ഉയർത്തണമെങ്കിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പണമോ ഏതെങ്കിലും ഉപകാരങ്ങളോ ഏതെങ്കിലും ഭിക്ഷയോ ആർക്കെങ്കിലും കൊടുക്കുക വഴിയല്ല നമ്മൾ ഉയർത്തപ്പെടുന്നത്. അത് കൊടുക്കരുതെന്നല്ല, അത് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം. പക്ഷേ നമ്മൾ ഉയരുവാൻ അതല്ല കാരണം. ഉയരുവാൻ കാരണമായിട്ട് ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴണം. ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥനയ്ക്കായി ഇരിക്കുമ്പോൾ മാത്രമല്ല, പള്ളിയിൽ പോകുമ്പോൾ മാത്രമല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം മുഴുവനും അവൻ ദൈവസന്നിധിയിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവനായിരിക്കാൻ കഴിയണം. ഇവിടെ ദൈവത്തിൻ്റെ സന്നിധി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്. നമ്മുടെ ജീവിതം ദൈവത്തെങ്കിലേക്ക് നമ്മൾ സമർപ്പിച്ചെങ്കിൽ അത് ദൈവസന്നിധിയാണ്. കാരണം ദൈവം നമ്മളോടുകൂടെ എപ്പോഴും ഉള്ളതുകൊണ്ട്. അപ്പോൾ ദൈവം നമ്മോടുകൂടി എപ്പോഴും ഉള്ളതുകൊണ്ട് നാം അവൻ്റെ സന്നിധിയിൽ താഴേണ്ടത് ആവശ്യമാണ്. ഈ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഞാൻ ആ കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസ എല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. അപ്പോൾ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഈ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. അപ്പോൾ ഈ പറയുന്നതിൻ്റെ ധ്വനി എന്താ? ഞങ്ങളുടെ കണക്കുകൂട്ടൽ, ഞങ്ങളുടെ ആശയങ്ങൾ, ഞങ്ങൾ ഇന്നത് ചെയ്യും, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അഭിവൃദ്ധികളുണ്ടാകും എന്ന് പറയുന്നവരെ നിങ്ങൾ കേൾപ്പിക്കും. 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലോ പറയേണ്ടത്. അവിടെ ആർക്കാണ് പ്രാധാന്യം? കർത്താവിനാണ് പ്രാധാന്യം. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. യേശുവിന് പ്രാധാന്യം കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് 15-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നത്: കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും. അത് ദൈവത്തിൻ്റെ ഹിതത്തിന് വിടുകയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നാം നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ താഴുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് നമ്മൾ ജീവിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ജീവിക്കണമെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് ജീവിക്കണം. നമ്മുടെ നടപ്പ് ദൈവത്തോടൊപ്പമായിരിക്കണം. നമ്മുടെ ചിന്ത ദൈവത്തിൻ്റെ ചിന്തകൾക്ക് അനുസൃതമായിരിക്കണം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്
ദൈവസന്നിധിയിൽ നാം സമയം ചെലവഴിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നത്, ദൈവവചനം കേൾക്കുന്നത്, അതിലൂടെയൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വളരെ പ്രാധാന്യം നാം കൊടുക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം സ്പഷ്ടമാണ്, നമ്മുടെ ഇഷ്ടത്തിന് നാം പ്രാധാന്യം കൊടുക്കുമ്പോൾ നാം ദൈവ ഇഷ്ടത്തിന് വെളിയിലേക്ക് പോവുകയാണ്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥനയിലൂടെ, വചനധ്യാനത്തിലൂടെ നമ്മുടെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും തമ്മിൽ ഏകീഭവിക്കണം. നാമും ദൈവവും ഒന്നു ചേർന്ന് മുന്നോട്ട് പോകണം. നാമും ദൈവവും തമ്മിലുള്ള പങ്കാളിത്തത്തിലൂടെ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ദൈവം ഉയർത്തിയാൽ ഒരാൾക്ക് പോലും നിങ്ങളെ താഴ്ത്തുവാൻ കഴിയത്തില്ല. ദൈവം നിങ്ങളെ ഉയർത്തിയാൽ ഒരാൾക്ക് പോലും നിങ്ങളെ ആ ഉയർന്ന സ്ഥാനത്തു നിന്നും വലിച്ചിടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. അതെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ. അതിനുള്ള സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ എടുക്കുവാൻ ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഞങ്ങൾ വമ്പ് പറയുന്നവരായി, ഞങ്ങൾ പുകഴുന്നവരായി തീരാറുണ്ട്. ദൈവമേ, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും അങ്ങയുടെ മക്കൾ നിറയപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ പ്രഭാത ധ്യാനത്തിൻ്റെ സ്ഥിരം കേൾവിക്കാരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ആത്മീയ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. God bless you all. Thank you for watching Morning Dew. Kindly tuned up for next day messages.